വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെറും 30 രൂപ ചിലവിലുള്ള ഒരു അടിപൊളി ബാർബി ഡോളാണ്. അവരെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് ഒരു ഷോളാണ്. ഞാനിപ്പം വൈറ്റ് കളർ തീമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പിങ്ക് കളർ ചെയ്യാം, അതുപോലെ ലൈറ്റ് ബ്ലൂ ചെയ്യാം. ഇപ്പോൾ ഒരു ഡോളിന് പറ്റിയ എന്ത് വേണമെങ്കിലും കളർ എടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ഒരു പഴയ ഷോളാണ് എടുത്തിരിക്കുന്നത്, സ്കാർഫ് ടൈപ്പ് ഷോളാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലെ ലേസ് ഞാൻ ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലേസും പ്രത്യേകം വാങ്ങിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കോൺ പോലെയുള്ള സ്കാർഫിൻ്റെ സൈഡിലൊക്കെ ഇതുപോലത്തെ ലേസ് ഉണ്ടാവും. അതുപോലെ കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ ഉണ്ടാവും പഴയ ലേസ്. അപ്പോൾ അങ്ങനെയുള്ള ലേസ് ഇളക്കി മാറ്റി വെച്ചിരുന്നാൽ നമുക്കിത് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കേണ്ടി വരും. അപ്പം ഞാനിപ്പം വാങ്ങിച്ചിട്ടില്ല. ഇതുപോലെ 2 സ്കാർഫിലുള്ള ലേസാണ് ഇളക്കി എടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് സ്കാർഫിൻ്റെ ക്ലോത്ത് ഒന്ന് മാത്രം മതി കേട്ടോ. ഒരേ ഒരു ഷോളിൻ്റെ ക്ലോത്ത് മതി. ഇപ്പോൾ ഷോളാണെന്നൊന്നുമില്ല, വൈറ്റ് കളറാണെങ്കിൽ വൈറ്റ് കളർ ഏതെങ്കിലും ഒരു ക്ലോത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഇതുപോലെ നല്ല ഉരുണ്ടിട്ടുള്ള ഒരു ബോട്ടിൽ. അപ്പം അതും എടുത്ത് വെക്കണം. നല്ലൊരു ഷേപ്പുള്ള ബോട്ടിൽ തന്നെ വേണം കേട്ടോ. ഇതുപോലെ നല്ല കഴുത്തുള്ള ബോട്ടിൽ. അപ്പോൾ ഈ ബോട്ടിലിൻ്റെ ഫുൾ ഭാഗം നമുക്ക് വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴത്തെ ഭാഗം നമുക്കങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കട്ട് ചെയ്യുമ്പോൾ പല ഷേപ്പിലായി പോകരുത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ബേസ് പാർട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തറയിൽ ഇരിക്കുന്ന രീതിയിൽ നല്ല ഷേപ്പിന് വേണം കട്ട് ചെയ്ത് എടുക്കാൻ. ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തറയിലോട്ട് നമ്മൾ വെച്ച് നോക്കണം. വെച്ച് നോക്കുമ്പോൾ നന്നായിട്ട് ഇരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ താഴത്തെ നമ്മൾ കട്ട് ചെയ്ത ഭാഗമില്ലേ, അതൊന്നും കൂടെ സിസേഴ്സോ എന്തെങ്കിലും വെച്ചിട്ട് കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്ത് നോക്കണം. കറക്റ്റ് ഫ്ലാറ്റായിട്ടിരുന്നാലേ ഡോൾ ശരിയാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് മറിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ പ്ലാസ്റ്റിക് ബോട്ടിലിന് പകരം നല്ല വെയിറ്റ് വേണമെന്നുണ്ടെങ്കിൽ, കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാനൊന്നുമല്ല, വെറുതെ ഒരു ഷോയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുക്കാം. അങ്ങനെയാണെങ്കിൽ മുറിക്കാൻ പറ്റില്ല എങ്കിലും ആ ഒരു സൈസിലുള്ള ബോട്ടിൽ എടുത്താൽ മതിയാവും. അപ്പോൾ കറക്റ്റ് നല്ല വെയിറ്റിൽ ഇരിക്കും. നമ്മൾ ആകെ ഇത് ഡെക്കറേറ്റ് ചെയ്ത് വരുമ്പോൾ ഓൾറെഡി ഇതിന് വെയിറ്റ് ഉണ്ടാകും. അപ്പം നല്ലൊരു വെയിറ്റ് വേണമെന്നുള്ളവർക്കാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം നമ്മുടെ ഷോൾ ഇതാ ഇതുപോലെ നീളത്തിനുള്ള പീസായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നീളവും വീതിയും നീളം എത്ര വേണമെങ്കിലും ആവാം. വീതി എന്ന് പറയുന്നത് നമ്മുടെ കുപ്പിയുടെ അത്രയും വീതിയാണ്. കുപ്പിയുടെ ഹൈറ്റ് ഇതുപോലെ നോക്കണം. അപ്പോൾ അതിൽ നിന്നും കുറച്ചുകൂടെ നീളം കൂടുതലിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മെഷറിംഗ് ടേപ്പൊന്നും വേണ്ട കേട്ടോ. കുറച്ച് നീളം എക്സ്ട്രാ കിടന്നാൽ മതി. അപ്പോൾ ഞാൻ ആദ്യമേ ഒട്ടിച്ച് തുടങ്ങുവാണ്. അപ്പോൾ കുപ്പിയുടെ ആ ഒരു അടപ്പങ്ങ് മാറ്റി വയ്ക്കുക. അടപ്പ് നമുക്ക് വേണ്ട. അപ്പോൾ അവിടെ നമുക്ക് ഗ്ലൂ ഗൺ തേച്ചതിന് ശേഷം ഈ തുണിയുടെ ആ ഫസ്റ്റ് സൈഡ് ഒന്ന് ചേർത്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ? ഇപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ കണ്ടോ, ആ ഒരു കുപ്പി കഴിഞ്ഞ് എക്സ്ട്രാ കുറച്ച് 1 ഇഞ്ച് നീളത്തിനും കൂടെ കിടപ്പുണ്ട് തുണി. അങ്ങനെ കിടക്കണം കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ കുപ്പിയിൽ ഇത് ചുറ്റി ഒട്ടിക്കണം. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇതിൽ ഫ്ലീറ്റും എടുത്ത് വെക്കണം. അപ്പോൾ ഫ്ലീറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്ലൂ ഗൺ തേച്ചതിന് ശേഷം ഇതുപോലെ ഞൊറിഞ്ഞ് കൊടുത്താൽ മതിയാവും. നമ്മൾ സാധാരണ സാരിയൊക്കെ ഞൊറിയില്ലേ, അതുപോലെ തന്നെ ചെറിയ ചെറിയ ഞൊറിഞ്ഞ് കൊടുത്ത് പ്ലീറ്റ് ഇട്ടാൽ മതിയാവും. കണ്ടോ? അപ്പോൾ ഇതുപോലെ നല്ല വീതിക്കൊക്കെ പ്ലീറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡോള് നമ്മൾ ചെയ്ത് വരുമ്പോൾ നല്ല വിടർന്ന് കുട പോലെ ആ ഒരു ഫ്രോക്കൊക്കെ കിടക്കും. ഇപ്പം ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഈ തുണി കണ്ടാൽ ഒരു നല്ല പഴയ തുണിയാണ് കേട്ടോ. ഒരുപാട് കളറൊക്കെ മങ്ങി പോയ തുണിയാണ്. പക്ഷേ നമ്മളിത് ഡെക്കറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതൊന്നും ഫീലാവില്ല. ആ പുറത്തെ ലേസിൻ്റെ ഭംഗിയാണ് നമ്മുടെ ഈ ഡോളിന് കറക്റ്റ് കിട്ടുന്നത്. അപ്പം നല്ല ലേസ് മാത്രം എടുത്താൽ മതിയാവും. അടിയിലത്തെ തുണി കുറച്ചൊന്ന് പഴയതാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ ഫുള്ള് ഇതുപോലെ പ്ലീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ? ഇതുപോലെ നല്ല ഞൊറിഞ്ഞെടുത്തപ്പോൾ നല്ല ഒരു പാവാട പോലെയൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ താഴത്തെ ഭാഗം കൂടെ നമുക്ക് ചേർത്തങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. ഇതിൽ നമ്മൾ സ്റ്റിച്ചൊന്നും ചെയ്യുന്നില്ല, ഫുള്ള് ഒട്ടിപ്പാണ്. അപ്പം അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യുന്ന ലേസിൻ്റെ കളറും ഭംഗിയും പിന്നെ നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുവാണെങ്കിൽ ഒരു 10, 400, 500 രൂപ വില വരുന്ന നല്ല ഒരു ബാർബി ഡോളിൻ്റെ ലുക്ക് ഇതിന് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒട്ടിച്ച ശേഷം ഉണങ്ങാനൊന്നും വെയിറ്റ് ചെയ്യണ്ട. ഇത് ഗ്ലൂ ഗൺ ആയതുകൊണ്ട്. അതുപോലെ ഞാനിപ്പോൾ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വാങ്ങിക്കുന്ന ടൈപ്പ് ഒരു ഡോളിൻ്റെ കുറച്ച് ഭാഗം ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ, ഡോൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അറിയായിരിക്കും, ഇങ്ങനെയാണ് വാങ്ങിക്കാൻ കിട്ടുന്നത്. ഇപ്പോൾ ഈ ഡോൾ കേക്കിൻ്റെ ഒരു സാധനം തന്നെ വാങ്ങിക്കണമെന്നില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ കളിച്ച് പഴയ ഡോൾ ഉണ്ടാവും. അപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ പഴയ ഡോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. ഇല്ലാത്തവർക്ക്, കുട്ടികളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ആ ഡോൾ കളിച്ചിട്ട് ആ ഡോളിൻ്റെ പകുതി ഭാഗം മുറിച്ച് എടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഈ ഒരു പാർട്ട് ഇതിലേക്ക് ചേർത്ത് ഒട്ടിക്കുവാണ്. നന്നായിട്ട് ഗ്ലൂ തേച്ച് ഒട്ടിക്കാൻ ശ്രദ്ധിക്കണം. കറക്റ്റ് ഫിറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ തുണിയും കൂടെ ചേർത്തൊന്ന് ഒട്ടിക്കണം. എങ്കിലേ കറക്റ്റ് വൃത്തിയായിട്ട് കിട്ടുള്ളൂ.
അപ്പോൾ അതാ ഒട്ടിച്ചപ്പോൾ ഒരു പാവാട പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഭാഗത്തൊന്നും ഡ്രസ്സില്ല. അപ്പോൾ ആ ഭാഗത്തൊക്കെ നമ്മൾ ഡ്രസ്സ് വെച്ച് കൊടുക്കണം. അതിനും തയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മൊത്തം ഒട്ടിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പീസ് തുണിയുടെ ഇങ്ങനെ മുറിച്ച് വെച്ചതിന് ശേഷം ഒരു ഉടുപ്പ് പോലെ, ആ ഒരു ടോപ്പ് പോലെ, ആ ഫ്രോക്കിൻ്റെ മുകൾ ഭാഗം പോലെ ഇങ്ങനെ ചേർത്ത് വെച്ച് നല്ല ടൈറ്റായിട്ട് ഒട്ടിക്കുകയാണ്. നമ്മൾ ഒട്ടിക്കുമ്പോൾ എപ്പോഴും ബോഡിയിൽ ടൈറ്റായിട്ട് ഒട്ടിക്കണം. എങ്കിലേ ബോഡിക്ക് ഒരു ഷേപ്പ് ഉണ്ടാവുള്ളൂ. ആ ഡോളിൻ്റെ കറക്റ്റ്, ബാർബി ഡോളിൻ്റെ കറക്റ്റ് ബോഡി ഷേപ്പ് നമ്മളെ ഡോളിനും കിട്ടുള്ളൂ. അപ്പോൾ അത് ഇതുപോലെ ടൈറ്റായിട്ട് ഒട്ടിക്കുക. അപ്പോൾ ഈ മുകളിലത്തെ ഉടുപ്പിൻ്റെ പാർട്ട് എങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് ഒരു സ്ലീവ് ഒന്നും വെക്കാതെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ലേസ് എങ്ങനെയാണ് ഒട്ടിക്കുന്നതെന്ന് നോക്കാം. അപ്പം ലേസ്, നല്ല ലേസിൻ്റെ മുകൾ ഭാഗം എടുക്കുക. അപ്പോൾ ആദ്യം വേണമെങ്കിൽ മുകളിൽ നിന്ന് തുടങ്ങാം. ഞാനിപ്പോൾ താഴെ നിന്ന് തുടങ്ങുന്നതാണ് നല്ലതെന്ന് തോന്നി, അതുകൊണ്ട് താഴെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ താഴെ ഫുൾ ഭാഗം ഒട്ടിച്ചിട്ടുണ്ട്. താഴെ ഞാൻ പ്ലീറ്റൊന്നും എടുക്കാതെ, ഞൊറിയൊന്നും ഇല്ലാതെയാണ് ഒട്ടിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് താഴത്തെ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറക്കിയിട്ട് വേണം ഒട്ടിക്കാൻ കേട്ടോ. തുണി കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗം ഒന്ന് വെളിയിൽ കിടക്കണം, ആ രീതിയിൽ ഒട്ടിക്കുക. രണ്ടാമത്തെ ഭാഗം വരുമ്പോൾ ഞാൻ ചെറിയ ചെറിയ ഞൊറി എടുത്തിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി നല്ല വിടർന്ന് നിൽക്കും. അപ്പോൾ ഇടയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞൊറി വിട്ടതിന് ശേഷം ഫ്ലാറ്റായിട്ട് ഒട്ടിക്കാം, അല്ലെങ്കിൽ ഫുള്ളും ഞൊറിയായിട്ട് ഒട്ടിക്കാം. അപ്പോൾ ഞൊറിഞ്ഞ് ഒട്ടിക്കാം. ഞൊറിഞ്ഞ് ഒട്ടിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ലേസ് കൂടുതൽ വേണ്ടി വരും നമുക്ക്. അപ്പം കുറച്ച്, നമ്മളല്ലാതെ ഫ്ലാറ്റായിട്ടാണ് ഒട്ടിക്കുന്നതെങ്കിൽ കുറച്ച് ലേസ് മതിയാവും. അപ്പം ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ളത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഞൊറിയെടുത്താണ് ഒട്ടിക്കുന്നത്. എനിക്ക് ഈ ലേസ് തീർന്നു പോകുന്നൊരു പേടിയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചതല്ലാത്തത് കൊണ്ട് 2 സ്കാർഫിൽ നിന്ന് ഇളക്കിയെടുത്തതായതുകൊണ്ടും ഇത് തീർന്നു പോയാൽ ബാക്കി ഭാഗം ഫില്ല് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് അതിനെല്ലാം ഞൊറി എടുക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് മാത്രം കുഞ്ഞു കുഞ്ഞു ഞൊറി എടുത്തിട്ടാണ് ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നീറ്റായിട്ട് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം ബാക്കി ഞാനിപ്പോൾ ഒരു സൈഡ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ബാക്കി മുകളിൽ ബാക്കി ഭാഗം ഇങ്ങനെയാണ് ഞാൻ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞൊറി എടുത്തില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഫ്ലാറ്റായി പോവും. അപ്പം ഞാൻ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീലായത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു ഞൊറി എടുത്തതിന് ശേഷം നമുക്ക് ഒട്ടിക്കാം. എന്താ ഇതുപോലെ ഇരിക്കും നമ്മൾ ഫുള്ള് ഒട്ടിച്ച് കഴിയുമ്പോൾ. ഇതിപ്പോൾ ഞൊറിയില്ലാതെ ഒട്ടിക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ഞൊറിഞ്ഞ് ഒട്ടിക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല വിടർന്ന് ഒരു കുട പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്കുള്ള ഞൊറി എടുത്ത് തന്നെ അങ്ങോട്ട് ഒട്ടിക്കാം. പിന്നെ നിങ്ങൾ ഒട്ടിക്കുമ്പോൾ ആ കുഞ്ഞു ഞൊറി എടുക്കുമ്പോൾ അവിടെയൊക്കെ ഗ്ലൂ നന്നായിട്ട് ചേർത്ത് ഒട്ടിക്കാൻ ശ്രമിക്കണം. അതുപോലെ 2-3 കളർ മിക്സ് ആക്കി ഒട്ടിക്കരുത് കേട്ടോ. അപ്പോൾ ഒരു മൾട്ടി കളർ വന്നാൽ ശരിക്കും ഈ ഡോളിന് ഭംഗി ഉണ്ടാവില്ല. എപ്പോഴും ഒറ്റ കളറാണ് നല്ല ഭംഗി. അല്ലെന്നുണ്ടെങ്കിൽ ഈ ലേസിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ഡിസൈൻ ആണെങ്കിൽ കുഴപ്പമില്ല. ലേസ് എടുക്കുമ്പോൾ നമുക്ക് ഫുള്ള് ഒട്ടിക്കാനുള്ള ലേസ് ഉണ്ടോ എന്ന് നോക്കണം, എന്നിട്ട് വേണം ഒട്ടിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിങ്ക് ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും, പിങ്ക് ഫുൾ ഒട്ടിക്കുക. റെഡ് ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് റെഡ് ഒട്ടിക്കുക, അല്ലെങ്കിൽ ബ്ലൂ ഒട്ടിക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ വൈറ്റ് ഫ്രോക്ക്, ഒരു ഏഞ്ചൽ പോലത്തെ ഒരു വൈറ്റ് ഫ്രോക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കണ്ടോ മുകളിലോട്ടൊക്കെ വന്നപ്പോൾ കുറച്ച് സ്ഥലം മതിയല്ലോ, അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഞൊറിയെടുത്താണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഡോളായിട്ടുണ്ട്. അതുപോലെ കുറച്ച് ലേസ് ബാക്കി വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ആ ഒരു ഫ്രണ്ടിൽ ഉടുപ്പിൻ്റെ ഭാഗത്ത് ഒട്ടിച്ചിട്ടുണ്ട്, ബാക്കി കഴുത്തിൽ ഒട്ടിച്ചിട്ടുണ്ട്. കഴുത്തിൽ ഇപ്പോൾ ഫുള്ള് കവർ ചെയ്യാൻ എനിക്ക് തികഞ്ഞില്ല, എങ്കിലും ആ ബാക്ക് ഭാഗത്ത് കുഴപ്പമില്ലല്ലോ. ഫ്രണ്ടിൽ ഞാൻ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. കഴുത്തിലൊരു മാല പോലെ ഇരിക്കുന്ന രീതിയിൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. ഗ്ലൂ ഗൺ ആയതുകൊണ്ട് ഇളകി പോകില്ല. വേണമെന്നുണ്ടെങ്കിൽ പൊടിയൊക്കെ പിടിക്കുമ്പോൾ നമുക്ക് കഴുകിയെടുക്കാം. പിന്നെ 2 കുഞ്ഞ് മുത്തെടുത്തിട്ടുണ്ട് നമുക്ക് കമ്മലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെൻ്റെ ഒരു പഴയ മാലയുടെ കുഞ്ഞു മുത്താണ്. അപ്പോൾ 2 ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുത്തതാണ്. അപ്പോൾ അത് കാതിൽ കമ്മലായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മുടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെയൊക്കെ ഇളക്കിയിട്ട് നല്ല ഷേപ്പാക്കി വെക്കാം. പിന്നെ ബാക്കി ലേസ് ഉണ്ടെങ്കിൽ മുടിയിലൊക്കെ വേണമെങ്കിൽ ഒരു ക്രൗൺ പോലെയൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ ബാക്കി ലേസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ താഴ്ഭാഗം നമ്മൾ വെക്കുമ്പോൾ കാണില്ല, അത് ഇതുപോലെയാണ് ഇരിക്കുന്നത്. നല്ലൊരു ബേസ് ആയിട്ടുണ്ട്. കൂടുതൽ ഇറക്കമായാലും ഇരിക്കാൻ പാടാണ് കേട്ടോ. കുറച്ച് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നിന്നാൽ മതി. ഞാൻ പുറത്ത് വെച്ച് കാണിക്കാം. കണ്ടോ, ഇതാണ് നമ്മുടെ ഡോള്. അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്